കൂടുതൽ പറയാനില്ല. പറയാനുള്ളത് സിനിമയാണ്. സിനിമ സമ്മതിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം തന്നെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഇത് കാണുകയും കുക്കുവിൻ്റെ ആക്ടിവിറ്റീസ് കാണുകയും അത് പലർക്കും, അതായത് അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റിയിൽ ജീവിക്കുന്ന പല മനുഷ്യർക്കും അതൊരു പ്രചോദനമാണ്, ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രവൃത്തിയാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പല കാലങ്ങളായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത്. അപ്പോഴാണ് സത്യഭാമ ഇൻസിഡന്റ് വരുന്നതും. അപ്പോൾ എനിക്ക് തോന്നി ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു ബെറ്റർ വേർഷൻ എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ മറ്റു പല സുഹൃത്തുക്കളും പറയുണ്ടായി അവർക്കും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇനിയൊരു അന്വേഷണങ്ങൾക്കും മറ്റ് സാക്ഷാത്കാരങ്ങൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു എന്താണ് പല ആളുകളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പറയാ എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുക്കുവിനോടും 2 വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. എന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി പരുവപ്പെടുത്തിയത് മിനിയാണ്. അതിൽ തർക്കമില്ല. കാരണം ഞാനൊരു വലിയൊരു മടിച്ചിയാണ്. ഇതിനപ്പുറം ഞാൻ വലിയൊരു കുഴിമടിച്ചിയാണ്. അപ്പോൾ മിനി എൻ്റെ അടുത്ത് വന്ന് മിനി റൂമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ അവസാനം നമ്മൾ റൂം എടുക്കണ്ട, എൻ്റെ കൂടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കിടക്കയിൽ കിടന്ന് രാവിലെ എഴുന്നേൽപ്പിച്ച് ഷൂട്ടാണ്, എഴുന്നേൽക്കൂ, ഇന്ന ഡ്രസ്സ് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു സിനിമയിലേക്ക് വേണ്ടി നമ്മളങ്ങ് പരുവപ്പെടുത്തിയത് മിനിയാണ്. അപ്പം ആ 90%, ഞാൻ 95% ക്രെഡിറ്റ് മിനിക്കാണ്. പിന്നെ അത് പറയാണ്ട് വയ്യ. പിന്നെ അനുഭവങ്ങൾ ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള നടിയുമായിട്ടുള്ള ലാലി പറഞ്ഞു, ഞാനിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അനുഭവങ്ങൾ കുറച്ചും കൂടി അനുഭവങ്ങൾ ധാരാളമായിട്ട് പറയാനുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളെക്കാൾ നമ്മുടെ ശരീരം കൊണ്ട് സംസാരിക്കണം എന്നുള്ളതാണ്. എൻ്റെ ശരീരം എങ്ങനെ ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ ഈ സിനിമയിൽ ഞാനൊരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു കറുത്തൊരു സ്ത്രീക്ക് ഇങ്ങനെ തടിച്ച് കറുത്ത്, പണ്ട് എനിക്കതൊക്കെ അനുഭവം ഉണ്ട്, അതൊക്കെ പറയണം. അതായത് ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് തനു ഈ തനു പ്രശ്നം കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കുറേ കാലം. ഇതൊക്കെ പറയാൻ തുടങ്ങിയ തീരില്ല. എന്റെ ചിരി കാരണം നീ എന്താ, അത് ഞാൻ ട്രൂ കോപ്പിയിൽ എഴുതിയിട്ടുണ്ട്. ഘടോൽഗജ ചിരിയ അല്ലെ ഘടോൽഗജൻ, അതായത് രാക്ഷസ ചിരി, താടക ചിരി എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുള്ള പല കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ യോജിപ്പിക്കുക. പിന്നെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ശ്രീരാമചരിതമൊക്കെ ചെയ്യുന്ന സമയത്ത് താടകയൊന്നും ആരും സമ്മതിക്കില്ല, താടകയൊന്നും ഞങ്ങളാവില്ല. അപ്പൊ താടകയാവുന്ന ആൾ ഞാനെന്നും താടക ശ്രീരാമനെ കയറി അറ്റാക്ക് ചെയ്യുന്ന താടകയാവുന്ന ഒരാൾ ഞാനാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഇത് പറയാൻ തുടങ്ങിയ തീരൂല, ഇത് ഒരിക്കലും തീർന്നില്ല. ഇതിപ്പോ പോലും ഈ കഴിഞ്ഞ ദിവസം പോലും മോന്റെ സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോ ഞാനൊരു കണ്ണടയും അതൊക്കെ വെച്ച് നിന്നപ്പോൾ കുട്ടികളിങ്ങനെ എന്തോ ഒരു ഈ കറുത്ത സ്ത്രീ എന്തിനാ, അതാണ് മനസ്സിനുള്ളിൽ കൂടെ പോകുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കണ്ണടയൊക്കെ വെച്ച് ഇവിടെ വന്ന് നിൽക്കണം. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ പോലും ഇപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതൊന്നും ഈ അനുഭവങ്ങൾ പറയാനല്ലാതെ നമ്മുടെ ശരീരം സ്ക്രീനിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതായിരുന്നു എൻ്റെ ശരീരം ഫോട്ടോ സെഷനിൽ, ഫോട്ടോ ഷൂട്ടിൽ എങ്ങനെ ഉണ്ടായിരിക്കും, സ്ക്രീനിൽ എങ്ങനെ ഉണ്ടായിരിക്കും. ബിഗ് സ്ക്രീനിൽ ഞാനത് കണ്ടപ്പോൾ ഞാനങ്ങ് ഇത് ഞാനാണോ, അല്ലെങ്കിൽ എനിക്കങ്ങ് അതായിട്ട് ഇങ്ങനെ ശരിക്കും എനിക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഇത് സംഭവിക്കുമോ, അതാണ് മിനി ചെയ്തത്. ആദ്യത്തെ തുടക്കം എന്നുള്ള രീതിയിലാണ്. ഈ ബിഗ് സ്ക്രീനിൽ ഒരു വലിയൊരു സ്ത്രീ കറുത്ത ശരീരം വന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും, സ്ത്രീ ശരീരം. നമ്മൾ ആണുങ്ങളെയൊക്കെ കാണുന്നുണ്ട്, ധാരാളം കാണുന്നുണ്ട്. രജനീകാന്തുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ. കേരളത്തിലാണ് അങ്ങനെ കറുത്ത നടന്മാരൊക്കെ കുറവ്, അല്ല കലാഭവൻ മണി, അങ്ങനെ നമുക്ക് ചുരുക്കം ചില ആളുകളൊക്കെ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീ ശരീരങ്ങൾ അപ്പോഴും ഇല്ല. അപ്പോഴും നമ്മൾ പറയാം നന്ദിദാസ് ഉണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏത് ചർച്ചയിൽ പോലും പറയും സൂര്യ ഉണ്ടായിരുന്നു, നന്ദിദാസ് ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു നടീനെ ഇപ്പൊ പറയും. അങ്ങനെ 1-2 പേരെ എപ്പോഴും പറയും. സൂര്യൻ എന്തായാലും പറയും നമ്മളിത് പറയുമ്പോ. കുക്ക് പരമേശ്വരൻ അഭിനയിക്കുന്നേ ഇല്ലേ ഇപ്പോ. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ എങ്ങനെ ഒരു സ്ത്രീ ശരീരം, ഒരു കറുത്ത സ്ത്രീ ശരീരം വന്ന് നിൽക്കണം, അതെങ്ങനെ പ്ലേസ് ചെയ്യണം
എന്നുള്ളത് മാത്രമാണ് ഞാനും മിനിയൊക്കെ. അവിടെ മിനി അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. എങ്ങനെ അപ്പം മിനി കാലകാലങ്ങളായിട്ട് എന്നെ കാണുന്നുണ്ട്. ഞാനെന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഇതിലേക്കൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഞാനും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ എൻ്റെ ഒരു സ്പേസിൽ നിന്ന് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, എനിക്ക് എന്ത് ചെയ്യാനോ, എനിക്ക് എന്ത് നിറയുക, അത് ഇടുക, അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നെ വിളിച്ച് പറയും, അത് നിങ്ങൾ ഇത്തരം ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. അതിങ്ങനെ വികസിച്ച് മിനിയും കേട്ടിട്ടുണ്ടാവും ഓരോ ഞാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പം അതായിരിക്കാം ഇതിനൊരു വഴി വെച്ചിട്ടുണ്ടാവുക. എന്തായാലും എല്ലാ മനുഷ്യരും എല്ലാവരും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തരത്തിൽ നമ്മുടെ സ്ക്രീനിനൊക്കെ മാറ്റാൻ പറ്റും. സ്ക്രീനിനെ, നമ്മുടെ ഫോട്ടോ ചിന്തകളെ എല്ലാം നമുക്ക് മാറ്റി മറിച്ചൊരു പുതിയൊരു നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഒരു ശരീരം തന്നെ, അല്ലെങ്കിൽ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള ബോധം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മെട്രോ ഫിലിം സൊസൈറ്റിയോടും ബീമിനോടും എറണാകുളത്തെ ഞങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും നിറഞ്ഞ സ്നേഹം, വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. താങ്ക് യു മെട്രോ, ബീം, കാണാൻ വന്നവർ. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊരു ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുട്ടീൻ്റെ വീഡിയോ വളരെ വൈറലായി. വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, പക്ഷെ അവളെ കരിമ്പൂച്ച എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു ഡാൻസ് ക്ലാസ്സിൽ. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് പ്രചരിപ്പിക്കുക, ഇത് സംസാരിക്കുക. ദിസ് ഇസ് റോങ് ഇങ്ങനെ പറയുന്നത്. ബോഡി ഷെയ്മിംഗ് എന്ന് നമ്മളിപ്പോൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കളർ ഷെയ്മിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോങ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുക്കണം. ഇനിയെങ്കിലും ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ വളരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്തത്. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹം.